Hello everyone, welcome to our English class. I wish you a wonderful day ahead. Today I am going to teach you the first chapter from the NCERT Snapshot textbook. As you know, we have already started classes from the Hornbill textbook. Okay, let's move on to the lesson now. The writer of the story is William Saroyan. William Saroyan was an Armenian-American novelist, playwright, and short story writer. He was awarded the Pulitzer Prize for Drama in 1940 and in 1943 won the Academy Award for the Best Story for the film adaptation of his novel, The Human Comedy. Saroyan wrote extensively about the Armenian immigrant life in California. ഞാൻ ഈ ചാപ്റ്റർ പാരഗ്രാഫ് വൈസ് എക്സ്പ്ലനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓരോ പാരഗ്രാഫ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ചിട്ട് അതിൻ്റെ മലയാളം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ദ നെയിം ഓഫ് ദ ചാപ്റ്റർ ഈസ് ദ സമ്മർ ഓഫ് ദ ബ്യൂട്ടിഫുൾ വൈറ്റ് ഹോഴ്സ് റിട്ടൺ ബൈ വില്യം സറോയൻ. ദിസ് സ്റ്റോറി ഈസ് അബൌട്ട് ടു പുവർ അർമേനിയൻ ബോയ്സ് ഹു ബിലോങ് ടു എ ട്രൈബ് ഹൂസ് ഹോൾമാർക്സ് ആർ ട്രസ്റ്റ് ആൻഡ് ഹോണസ്റ്റി. ഇതിൽ രണ്ട് അർമേനിയൻ ബോയ്സിൻ്റെ കഥയാണ് പറയുന്നത്. അവർ ട്രൈബ് ഇതിലുള്ളവരാണ്. അതേപോലെ തന്നെ അവരുടെ ഹോൾമാർക്സ് ട്രസ്റ്റ് ആൻഡ് ഹോണസ്റ്റിയാണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശ്വാസം, ഓണസ്റ്റി സത്യസന്ധത. ഹോൾമാർക്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റീസിനെ തന്നെയാണ്. അപ്പോൾ അവരുടെ ഫാമിലി ട്രൈബ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി, ആ ഫാമിലി അവർ ക്യാരി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്ന് വിശ്വാസം, പിന്നെ സത്യസന്ധത. ഓക്കെ, ഞാൻ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാം. One day back, there in the good old days, when I was 9 and the world was full of every imaginable kind of magnificence and life was still a delightful and mysterious dream, my cousin Morad, who was considered crazy by everybody who knew him except me, came to my house at 4 in the morning and woke me up tapping on the window of my room. അപ്പോൾ അരം ആൻഡ് മോറദാണ് രണ്ട് ബോയ്സ്. അരം പറയാണ്, അരമിൻ്റെ 9 years ഉള്ള സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ആയിരുന്നു അന്ന് പൊക്കോണ്ടിരുന്നത്. ഒരു ഡ്രീം പോലെ പെട്ടെന്ന് അരമിനൊരു കസിനുണ്ട് മൗരദിനെ എല്ലാവരും ഒരു ക്രേസി ബോയ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. നമുക്കറിയാം എല്ലാ ഫാമിലിയിലും ഒരു ക്രേസിനെസ് ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ മോറദിനെ ഒരു ക്രേസി ബോയ് ആയിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ അറമിന് അങ്ങനെ തോന്നിയിട്ടില്ല. പെട്ടെന്ന് മോറദ് അറമിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് വിൻഡോയിൽ ടാപ്പ് ചെയ്തിട്ട് വിളിക്കുകയാണ്, അറമിനെ വിളിക്കുകയാണ്, എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അറമിനെ വിളിക്കുകയാണ്. അരം, he said, I jumped out of bed and looked out of the window. I couldn't believe what I saw. അപ്പം മോറദ് ആറാമിനെ പെട്ടെന്ന് വിളിക്കുന്നു. ആറാം പെട്ടെന്ന് ബെഡിൻ്റെ അവിടുന്ന് ചാടി എഴുന്നേൽക്കുന്നു. പെട്ടെന്ന് വിൻഡോയിൽ അതുവഴി നോക്കുന്നു. എന്താണ് ആരം കണ്ടതെന്ന് ആരമിന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. നെക്സ്റ്റ് ലൈൻ, ഇറ്റ് വാസന്റ് മോർണിംഗ് യെറ്റ് but it was summer and with daybreak, not many minutes around the corner of the world, it was light enough for me to know I wasn't dreaming. സമ്മറിൻ്റെ ആ ഒരു ഇതായതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് മോർണിംഗ് ആയില്ലായിരുന്നു. എങ്കിലും മോർണിംഗ് ആണെന്ന് എല്ലാവർക്കും വിശ്വസിക്കാൻ ഇനഫായിരുന്നു അത്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ആരം കണ്ടത്, അല്ലെങ്കിൽ ആരാമിന് അത് ഡ്രീം അല്ല എന്നുള്ളത് മനസ്സിലാക്കാനോ അരമിന് തോന്നിയിരുന്നു. My cousin Morad was sitting on a beautiful white horse. I stuck my head out of the window and rubbed my eyes. അരമിന്റെ കസിൻ മോറദ് ഒരു വൈറ്റ് ബ്യൂട്ടിഫുൾ ഹോഴ്സിന്റെ മേളിലിരിക്കുകയാണ്. പെട്ടെന്ന് അരമിന് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിൻഡോയുടെ ഇടയ്ക്കൂടെ തലയിട്ടിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്മി വരികയാണ്. Yes, he said in Armenian. It's a horse. You are not dreaming. Make it quick if you want to ride. അപ്പോൾ മോറദ് ആരമിനോട് പറയാണ്, നീ കാണുന്നത് സ്വപ്നമൊന്നുമല്ല, ഇതൊരു ഹോഴ്സാണ്. അർമേനിയൻ ഭാഷയിലാണ് പറയുന്നത്. ഇതൊരു ഹോഴ്സാണ്. നിനക്കിതിനെ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ വേഗം ക്വിക്കായിട്ട് മേക്ക് ഇറ്റ് ക്വിക്ക്, പെട്ടെന്ന് വരാൻ പറയാണ്. ഇതിനെ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറയുകയാണ്. അരമിനെ ഇൻവൈറ്റ് ചെയ്യാണ്.
അപ്പോൾ ഫസ്റ്റ് പേജിൽ നമ്മൾ ഓൾറെഡി കണ്ടതുപോലെ തന്നെ ദ സ്റ്റോറി ഈസ് നറേറ്റഡ് ബൈ ആരം ഹു ഇസ് 9 years old and everything was delightful. He had a cousin named Morad. He was a crazy boy for everybody, but for Aram he is not. One day Morad came to Aram's house when he was sleeping. Morad suddenly tapped the window from outside. Aram got up and looked through the window. When he looked outside, he couldn't believe what he saw. There was something unbelievable outside. And Aram is saying that it is not till morning yet, but he understood that it was enough for people to understand that it was morning, though they had a summer climate, and he also believed that what he saw is real and true, that Morad is calling him. Morad വിളിക്കുക എന്നുള്ളത് റിയൽ ആണെന്ന് അറവിന് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് പേജിലേക്ക് പോകാം. I knew my cousin Morad enjoyed being alive more than anybody else who had ever fallen into the world by mistake, but this was more than even I could believe. In the first place, my earliest memories had been memories of horses, and my first longings had been longings to ride. ആറമിന് എപ്പോഴും മോറത് ഒരു നല്ല ആള് തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആറം ഭയങ്കര ഹാപ്പിയായി. അതേപോലെ തന്നെ ആറമിന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് റിയലി ഹാപ്പൻഡ് ആണെന്നുള്ളത് അത് വിശ്വസിക്കാൻ. ഹി വാസ് വെരി ആൻഷ്യസ്. അതേപോലെ തന്നെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മുമ്പിൽ കണ്ടിരുന്നത്. അതേപോലെ തന്നെ ഈ ലൈനിൽ പറയുന്നത് ഫസ്റ്റ് പ്ലേസിൽ അവരുടെ ഫാമിലിയുടെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് പ്ലേസിൽ അറമിന് ഇപ്പോഴും ചെറുപ്പത്തിലായിരുന്നപ്പോൾ തന്നെ അറമിനുണ്ടായിരുന്ന ഒരു ആഗ്രഹം, ലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ വിഷ് ആഗ്രഹം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോഴ്സിനെ കാണണം, ഹോഴ്സിന്റെ അടുത്ത് റൈഡ് ചെയ്യണം, ഹോഴ്സിന്റെ മേളിലിരുന്ന് റൈഡ് ചെയ്യണം എന്നൊക്കെയായിരുന്നു ആറാമിന്റെ ഫസ്റ്റ് വിഷ് തന്നെ. This was a wonderful part. In the second place, we were poor. This was the part that wouldn't permit me to believe what I saw. We were poor. We had no money. Our whole tribe was poverty stricken. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചിന്തിക്കുമ്പോൾ ആറാമിന് ഹോഴ്സിനെ റൈഡ് ചെയ്യണം അങ്ങനത്തെയൊക്കെ ആഗ്രഹങ്ങളാണ്. അതൊരു വളരെ നല്ലൊരു പാർട്ടായിട്ടാണ് ആറാമിന് തോന്നുന്നത്. രണ്ടാമത് ചിന്തിക്കുമ്പോൾ ഇവരുടെ ഫാമിലിയും ആറമും എല്ലാവരും ഇവരുടെ ഫാമിലി ഫുൾ പുവറാണ്, കാശും ഒക്കെ ഒരുപാട് കുറവുള്ളവരാണ്. അപ്പോൾ ഈ കണ്ട ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ഹോഴ്സിന്റെ ആ ഒരു ചിത്രം ഓർക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആറാമിന്. കാരണം ഇവർക്ക് ഒട്ടും കാശില്ല, ഇവർ ഭയങ്കര പോവർട്ടി ഉള്ളവരാണ്, ഭയങ്കര പാവപ്പെട്ടവരാണ്. നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് എവറി ബ്രാഞ്ച് ഓഫ് ദ ഗാരോഗ്ലേനിയൻ ഫാമിലി വാസ് ലിവിംഗ് ഇൻ ദ മോസ്റ്റ് അമേസിംഗ് ആൻഡ് കോമിക്കൽ പോവർട്ടി ഇൻ ദ വേൾഡ്. Nobody could understand where we ever got money enough to keep us with food in our bellies, not even the old men of his family. ഇവരുടെ ഫാമിലി, അതായത് ഇവരുടെ ട്രൈബ്, ഇവരുടെ ഫാമിലിയുടെ ഇത് ഗാരോഗ്ലേനിയൻ ഫാമിലി എന്നാണ്. അതുപോലെ തന്നെ ഇവർ ഒരുപാട് പോവേർട്ടിയാണ് ഇവർക്ക് ഉള്ളത്, ഒരുപാട് പോവേർട്ടിയിലൂടെയാണ് ഇവർ വന്നത്. ഇവർക്ക് ഇവരുടെ വയറ് നിറയ്ക്കാൻ ഭക്ഷണം കിട്ടുമെന്ന് പോലും ആരും അന്വേഷിച്ചിട്ടില്ല. നോട്ട് ഈവൻ ദ ഓൾഡ് മെൻ, അവരുടെ ഫാമിലിയിലുള്ള മുതിർന്ന ആൾക്കാർ പോലും അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ഓൾ, ദോ വി വർ ഫേമസ് ഫോർ അവർ ഓണസ്റ്റി. എല്ലാത്തിനും പുറമെ ഇവരുടെ സത്യസന്ധതയ്ക്ക്, ഇവരുടെ ഫാമിലി സത്യസന്ധതയ്ക്ക് ഫേമസ് ആയിരുന്നു. We have been famous for our honesty for something like 11 centuries, even when we had been the wealthiest family in what we like to think was the world. We were proud first, honest next, and after that we believed in right and wrong. None of us would take advantage of anybody in the world, let alone steal. അപ്പോൾ ആരും ഇതിനകത്ത് പറയുന്നത് അവർക്ക് വലിയൊരു ബിഗ്ഗസ്റ്റ് ക്വാളിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി തന്നെ സത്യസന്ധതയിൽ അറിയപ്പെടുന്നതാണ്. അവർ മറ്റൊരാളെയും ചീറ്റ് ചെയ്തിട്ടില്ല. ദേ ഹാവ് നെവർ ചീറ്റഡ് പീപ്പിൾ ആൻഡ് ദേ നെവർ ടുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് അതേഴ്സ്.
മറ്റുള്ളവരുടെ അഡ്വാൻറ്റേജസ് എടുത്തിട്ടില്ല, മറ്റുള്ളവരെ ചതിച്ചിട്ടില്ല. അങ്ങനെയാണ് അവരുടെ ഫാമിലി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. 11th സെഞ്ച്വറീസിൽ നിന്ന് തന്നെ സത്യസന്ധതയ്ക്ക് അവരുടെ ഫാമിലി വളരെ വെൽ നോൺ ആയതാണ്. അതേപോലെ തന്നെ അവർക്കറിയാം എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് അവർക്കറിയാം. അവർ മറ്റുള്ളവരിൽ നിന്ന് അഡ്വാൻറ്റേജ് ഒന്നും തന്നെ എടുത്തിട്ടില്ല. മോട്ടിക്കാനും മറ്റുള്ളവരുടെ സാധനങ്ങൾ മോട്ടിച്ച് എടുക്കാനൊന്നും അവർ മുതിർന്നിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് ആറാമിനൊരു ഡൗട്ടായിട്ട് വന്നത്. ഇത്രയും ക്വാളിറ്റീസ് ഉണ്ട് ഇവർക്ക്, ട്രസ്റ്റും ഓണസ്റ്റിയും ഒക്കെ ഇവർ ഉണ്ടായിട്ടും മറ്റുള്ളവരിൽ നിന്ന് അഡ്വാൻറ്റേജസ് എടുക്കാഞ്ഞിട്ടും ഇവർക്ക് എങ്ങനെ ഹി വാസ് വണ്ടറിങ്, ആരം വണ്ടറിങ് ആയിരുന്നു ഹൗ ഹി ഗെറ്റ് എ ഹോഴ്സ്. എദർ യു ഹാവ് ടു ബി റിച്ച് ഓർ യു ഹാവ് ടു സ്റ്റീൽ, ബട്ട് ദെൻ വി ഡോണ്ട് ഡു എനി ഓഫ് ദീസ്. സോ ഹൗ ഡിഡ് ഹി ഗെറ്റ് എ ഹോഴ്സ്? ഇതൊന്നും ചെയ്യാതെ തന്നെ ഹൗ ഹി ഗെറ്റ് ദ ഹോഴ്സ്, അതായിരുന്നു ആരമിന് എപ്പോഴും മോറദിനോടുള്ളൊരു ചോദ്യമായിട്ട് മനസ്സിൽ കിടന്നിരുന്നത്. നെക്സ്റ്റ് ലൈനിൽ പറയുമ്പോൾ കോൺസിക്വന്റ്ലി ഈവൻ ദോ ഐ കുഡ് സീ ദ ഹോഴ്സ് സോ മാഗ്നിഫിസെന്റ്, ഈവൻ ദോ ഐ കുഡ് സ്മെൽ ഇറ്റ് സോ ലവ്ലി, ഈവൻ ദോ ഐ കുഡ് ഹിയർ ഇറ്റ് ബ്രീത്തിങ് സോ എക്സൈറ്റിംഗ്, ഐ കുഡന്റ് ബിലീവ് the horse had anything to do with my cousin Mohared or with me or with any of the other members of the family, asleep or awake, because I knew my cousin Mohared couldn't have bought the horse, and if he couldn't have bought it, he must have stolen it, and I refused to believe he had stolen it. ആരം പറയുകയാണ്, എനിക്ക് ഹോഴ്സിനെ കാണാം, വളരെ മാഗ്നിഫിസെന്റ്. അത് മാഗ്നിഫിസെന്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ. അതേപോലെ തന്നെ എനിക്ക് ഹോഴ്സിനെ സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ അത് ബ്രീത്ത് ചെയ്യുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം എനിക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. പക്ഷെങ്കിൽ ഈ മോറദ് എൻ്റെ കസിൻ ഇതിനെ വാങ്ങി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഒന്നെങ്കിൽ ഇത് കട്ടതാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് എന്തെന്നായാലും ഇവർക്കിത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവൻ കട്ടതാകാം എന്നൊരു സംശയമുണ്ട്. എങ്കിലും ഈ ആരാമിന് ഇത് കട്ടതാണെന്ന്, മോറത് കട്ടതാണെന്ന് വിശ്വസിക്കാൻ ഭയങ്കര പാടായിരുന്നു. നോ മെമ്പർ ഓഫ് ദ കരോഗ്ലിനിയൻ ഫാമിലി കുഡ് ബി എ തീഫ്. അവരുടെ ഫാമിലിയിലുള്ളവരാരും ഇതുവരെ കക്കാനോ മോട്ടിക്കാനോ പോയിട്ടില്ല. I stared first at my cousin and then at the horse. There was a quiet stillness and humor in each of them, which on the one hand delighted me and on the other frightened me. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഹോഴ്സിനെ മോറദിനെയും ആരം രണ്ടുപേരെയും നോക്കുന്നുണ്ട്. ആരാമിനൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല, എങ്ങനെയാണ് ഈ മോറദിന് ഈ ഹോഴ്സിനെ കിട്ടിയതെന്ന്. ഒരു സൈഡിൽ വെച്ച് നോക്കുമ്പോൾ ആരം ഭയങ്കര ഹാപ്പിയാണ്, രണ്ടാമത്തെ ഇതിൽ നോക്കുമ്പോൾ ആരമിന് ഭയങ്കര പേടിയുണ്ട്, എങ്ങനെ ഈ ഹോഴ്സ് മോറദിന്റെ കയ്യിൽ വന്നു എന്നുള്ളത്. നെക്സ്റ്റ് ലൈൻ, Mored, I said, where did you steal this horse? Leap out of the window, he said, if you want to ride. അപ്പം മോറദിനോട് ആരം ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാണ് ഈ ഹോഴ്സിനെ കട്ടത്? പെട്ടെന്ന് മോറദ് പറയുകയാണ്, നീ പെട്ടെന്ന് വിൻഡോയ്ക്ക് പുറത്തു വാ, നിനക്കിതിനെ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹോഴ്സിനെ റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ വേഗം പുറത്തു വാ. ഇറ്റ് വാസ് ട്രൂ ദെൻ. He had stolen the horse. There was no question about it. He had come to invite me to ride or not, as I chose. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇവൻ ഹോഴ്സിനെ കട്ടതാകാം, അതായത് മോറദ് ഹോഴ്സിനെ കട്ടതാകാം, പക്ഷെ ഈ ഹോഴ്സിനെ റൈഡ് ചെയ്യാൻ അവനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. വെൽ, ഇറ്റ് സീം ടു മീ stealing a horse for a ride was not the same thing as stealing something else such as money. For all I knew, maybe it wasn't stealing at all. അപ്പോൾ ഈ ലൈനിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാ മനസ്സിൽ പറയാണ്, ഒരു പൈസ കേൾക്കുന്നതിൻ്റെ അത്രയും വലിയ തെറ്റൊന്നുമല്ല ഒരു ഹോഴ്സിനെ കക്കുക എന്നുള്ളത്. അതൊരു മോട്ടിക്കലാണെന്ന് തന്നെ ആരമിനത് ബിലീവ് ചെയ്യാൻ, അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്, ഇഫ് യു വെയർ ക്രേസി അബൌട്ട് ഹോഴ്സസ് ദ വേ മൈ കസിൻ മോറദ് ആൻഡ് ഐ വെയർ, ഇറ്റ് വാസ് ഇൻ സ്റ്റീലിംഗ്. ഇറ്റ് വുഡന്റ് ബിക്കം സ്റ്റീലിംഗ് അൺടിൽ വി ഓഫർഡ് ടു സെൽ ദ ഹോഴ്സ്, വിച്ച് ഓഫ് കോഴ്സ് ഐ ന്യൂ വി വുഡ് നെവർ ഡു. ഇത് സ്റ്റീലിംഗ് ആയിട്ട് വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരാളുടെ ഹോഴ്സ് എടുത്തിട്ട്
മറ്റൊരാൾക്ക് വിൽക്കുമ്പോഴേ ഇത് സ്റ്റീലിംഗ് ആവത്തുള്ളൂ എന്നാണ് ആരം പറയുന്നത്. ലെറ്റ് മീ പുട്ട് ഓൺ സം ക്ലോത്ത്സ് ഐ സെഡ്. ഞാൻ പെട്ടെന്ന് കുറച്ച് ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ട് വരാം എന്നാണ് ആരം പറയുന്നത്. ഓൾ റൈറ്റ് ഹി സെഡ് ബട്ട് ഹറി. പെട്ടെന്നാവട്ടെ എന്ന് മോറോദും പറയുന്നുണ്ട്. I leaped into my clothes. I jumped down to the yard from the window and leaped up onto the horse behind my cousin Morad. പെട്ടെന്ന് ആരം ചെന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് ഹോഴ്സിന്റെ മേളിൽ കയറി ചാടിയിരുന്നു മോറദിന് തൊട്ട് പുറകിലായിട്ട്. That year we lived at the edge of town on Walnut Avenue. Behind our house was the country, vineyards, orchards, irrigation ditches and country roads. In less than 3 minutes, we were on Olive Avenue, and then the horse began to trot. The air was new and lovely to breathe. The feel of the horse running was wonderful. My cousin Morad, who was considered one of the craziest members of our family, began to sing. I mean, he began to roar. ഈ പാരഗ്രാഫിൽ പറയുന്നത് വാൾനട്ട് അവന്യൂ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ഇവർ ജീവിച്ചിരുന്നത്. ബിഹൈൻഡ് അവർ ഹൗസ് വാസ് എ കൺട്രി. കൺട്രി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു റൂറൽ ഏരിയ ആണ്. വൈൻയാർഡ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റേഷൻ ഓഫ് ഗ്രേപ്പ് വൈൻസ് ഒക്കെ ഉള്ള ഒരു പ്ലാന്റേഷൻ ഉള്ള ഒരു സ്ഥലത്തിനാണ് വൈൻയാർഡ്സ് എന്ന് പറയുന്നത്. ഓർക്കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ വിച്ച് ഹാസ് ഫ്രൂട്ട് ട്രീസ്. പിന്നെ ഇറിഗേഷൻ ഡിച്ചസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇറിഗേഷൻ ഡിച്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയാസ് ഫോർ കൺസേർവിങ് വാട്ടറിനെ നമുക്ക് കൺസേർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഇറിഗേഷൻ ഡിച്ചസ് ആൻഡ് കൺട്രി റോഡ്സ്. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എയർ വാസ് ന്യൂ ആൻഡ് ലവ്ലി ടു ബ്രീത്ത്. ദ ഫീൽ ഓഫ് ദ ഹോഴ്സ് റണ്ണിങ് വാസ് വണ്ടർഫുൾ. പതുക്കെ നമ്മുടെ ഹോഴ്സ് ട്രോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോലി വാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മോറത് ചെറിയ പാട്ടുകളൊക്കെ പാടി തുടങ്ങി. മോറദിനെ മറ്റുള്ള ഒരു ക്രേസി മെമ്പറായിട്ടായിരുന്നു കണ്ടിരുന്നതെന്നാണ് ആരം പറയുന്നത്. എവറി ഫാമിലി ഹാസ് എ ക്രേസി സ്ട്രീക്ക് ഇൻ ഇറ്റ് സംവെയർ ആൻഡ് മൈ കസിൻ മോറദ് വാസ് കൺസിഡേർഡ് ദ നാച്ചുറൽ ഡിസെൻഡന്റ് ഓഫ് ദ ക്രേസി സ്ട്രീക്ക് ഇൻ അവർ ട്രൈബ്. ബിഫോർ ഹിം വാസ് അവർ അങ്കിൾ കോസ്റോ, an enormous man with a powerful head of black hair and the largest mustache in the San Joaquin Valley. A man so furious in temper, so irritable, so impatient that he stopped anyone from talking by roaring. It is no harm, pay no attention to it. അപ്പോൾ ഈ പാരഗ്രാഫിനകത്ത് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ ഫാമിലിയിലും ഒരു ക്രേസിനെസ് ഉള്ള ഒരാൾ ഉണ്ടാവും. ഈ സ്റ്റോറിയിൽ മോറദിനെയാണ് ഒരു ക്രേസി ബോയ് ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇവരുടെ ഫാമിലിയിൽ ഇപ്പോൾ മോറദിനെയാണ് ക്രേസി ആയിട്ട് കണ്ടിരിക്കുന്നത്. മോറദിന് മുമ്പ് ഇവരുടെ അങ്കിൾ കോസ്റോ എന്ന് പറയുന്നതാണ് ആളാണ് ഇവരുടെ അങ്കിള്. അയാളൊരു എനോർമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഹ്യൂജ് മാൻ ആണ്. തലമുടി മുഴുവൻ കറുത്തിട്ട് വലിയ താടി വലിയ മീശയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഭയങ്കര ഇറിറ്റേബിൾ, ഇംപേഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ക്ഷമയില്ലാത്ത ആളെന്നാണ് പറയുന്നത്. ഒട്ടും ക്ഷമയില്ലാത്ത ഒരു ആളാണ്. ആരെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് സംസാരിക്കാനോ ഇച്ചിരി ഉറച്ച് സംസാരിക്കാനോ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ കോസ്റോവ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പറയും ഇറ്റ് ഈസ് നോ ഹാം, പേ നോ അറ്റൻഷൻ ടു ഇറ്റ്. അതിനർത്ഥം ദോഷമില്ലാത്തതാണ്, കൂടുതൽ ശ്രദ്ധിക്കേണ്ട അതില് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ദാറ്റ് വാസ് ഓൾ, no matter what anybody happened to be talking about. Once it was his own son, Arak, running 8 blocks to the barber's shop where his father was having his mustache trimmed to tell him their house was on fire. This man, Khosrow, sat up in the chair and roared, "It is no harm, pay no attention to it." The barber said, "But the boy says your house is on fire." So Khosrow roared, "Enough, it is no harm, I say." അപ്പോൾ കോസ്റോവ് എൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിനൊരു മാറ്ററേ അല്ല എന്നുള്ള രീതിയിലായിരുന്നു. ഒരു ദിവസം കോസ്റോവിന്റെ മകൻ അറക്ക് എന്നാണ് ആ മകന്റെ പേര്, പെട്ടെന്ന് ഓടി വന്ന്
അപ്പോൾ ഈ കോസ്രോവ് മീശ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ബാർബർ ഷോപ്പിൽ. പെട്ടെന്ന് ഓടി വന്നിട്ട് ആ കുട്ടി കോസ്രോവിനോട് പറയാണ് നമ്മുടെ വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കോസ്രോവ് ആ ചെയറിൽ നിന്ന് എണ്ണീറ്റിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് നോ ഹാം, പേ നോ അറ്റൻഷൻ ടു ഇറ്റ്. അതിൽ ദ്രോഹമായിട്ടൊന്നുമില്ല, അതിൽ ശ്രദ്ധിക്കേണ്ട എന്ന് എപ്പോഴും പറയുന്ന പോലെ തന്നെ കോസ്രോവ് ആ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാർബർ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ വന്ന് പറയുന്നത് നിങ്ങളുടെ വീട് കത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോഴും ഈ കോസ്രോവ് വലിച്ചിട്ട് ഇത് തന്നെയാണ് പറഞ്ഞത്, ഇനഫ്, ഇറ്റ് ഈസ് നോ ഹാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിന്റെ അകത്ത്, my cousin Morad was considered the natural descendant of this man, although Maurad's father was Zorab, who was practical and nothing else. That's how it was in our tribe. A man could be father of his son's flesh, but that did not mean that he was also the father of his spirit. The distribution of the various kinds of spirit of our tribe had been from the beginning capricious and vagrant. അപ്പോൾ ഈ പാരഗ്രാഫിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോറദിനെ ഒരു നാച്ചുറൽ ഡിസെൻഡന്റ്, അന്ന് ഡിസെൻഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻഗാമി, ഈ കോസ്രോവിന്റെ പിൻഗാമിയായിട്ടാണ് മോറദിനെ കണ്ടിരുന്നത്. സോറബ് ആണ് മോറദിന്റെ ഫാദർ എങ്കിലും കോസ്രോവിന്റെ പിൻഗാമിയായിട്ടാണ് മോറദിനെ എല്ലാവരും കണ്ടിരുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് എന്താന്ന്, ഒരു ഫാദറിന്റെ ഒരു ബോഡി നേച്ചറൊക്കെ ഒരു മകന് കിട്ടാം, പക്ഷെങ്കിൽ ആ ഫാദറിന്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ഒന്നും മകന് കിട്ടണമെന്ന് ഇല്ല. അതുപോലെ തന്നെ ഇവരുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് ഫാമിലിയിൽ നിന്നുള്ള പേരൻസിന്റെ ആ ഒരു ഇത് ഇൻഹെറിറ്റ് ചെയ്ത് വരണമെന്നൊന്നുമില്ല. അവർക്ക് ചേഞ്ചസ് വന്ന് സൺ ആൻഡ് ഡോട്ടേഴ്സ് ഒക്കെ ഉള്ളവർക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അവരുടെ ബിഹേവിയറിന് വ്യത്യാസം വരുന്നുണ്ട്. ഇതിൽ കേപ്രീഷ്യസ് ആൻഡ് വാഗ്രന്റ് എന്ന് പറയുന്നത് ഒന്ന് വ്യതിചലനമാണ് ഉദ്ദേശിക്കുന്നത്, ആൻഡ് വാഗ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലസതയാണ്. നെക്സ്റ്റ് പാരഗ്രാഫിനകത്ത്, വി റോഡ് ആൻഡ് മൈ കസിൻ മോറത് സാങ്. For all anybody knew, we were still in the old country where, at least according to some of our neighbors, we belonged. We let the horse run as long as it felt like running. ഇവിടെ പറയുന്നത് മോറദ്, നമുക്കറിയാം മോറദിന്റെ ബാക്കിലാണ് ആരം ഇരിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ഹോഴ്സിന്റെ മേളിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോറദ് പാട്ട് പാടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർ അവരുടെ കൺട്രിയിൽ തന്നെയാണ് ഈ ഹോഴ്സുമായിട്ട് നിൽക്കുന്നത്. ഹോഴ്സിനെ പതുക്കെ ഇങ്ങനെ റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ മുമ്പോട്ട് പോവാണ്. അറ്റ് ലാസ്റ്റ് മൈ കസിൻ മോറദ് സെഡ്, ഗെറ്റ് ഡൗൺ, ഐ വോണ്ട് ടു റൈഡ് അലോൺ. വിൽ യു ലെറ്റ് മീ റൈഡ് അലോൺ, ഐ ആസ്ക്ഡ്. അപ്പോൾ മോറദ് പെട്ടെന്ന് അറമിനോട് പറയുന്നു, നീ ഇറങ്ങിക്ക്, എനിക്ക് ഒറ്റയ്ക്ക് ഹോഴ്സിനെ റൈഡ് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ നമ്മുടെ അറം ചോദിക്കുന്നുണ്ട്, നീ എനിക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് റൈഡ് ചെയ്യാൻ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അപ് ടു ദ ഹോഴ്സ്, മൈ കസിൻ സെഡ്, ഗെറ്റ് ഡൗൺ. അപ്പോൾ പറയുക, ഹോഴ്സിനെ അപേക്ഷിച്ചിരിക്കും ആ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നീ ഇതിന്റെ പുറത്തുനിന്ന് ഇറങ്ങാൻ പറയും. ദ ഹോഴ്സ് വിൽ ലെറ്റ് മീ റൈഡ്, ഐ സെഡ്. അതൊക്കെ ഹോഴ്സ് സമ്മതിച്ചോളും എന്ന് അറം പറയുന്നുണ്ട്. വി ഷാൽ സീ, ഹി സെഡ്, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് ഐ ഹാവ് എ വേ വിത്ത് എ ഹോഴ്സ്. അപ്പൊ മോറദ് പറയാണ്, നമുക്ക് നോക്കാം എന്താന്ന്, ഇപ്പൊ നീ ഇറങ്ങ്, നീ മറന്നു പോവല്ലേ, എനിക്ക് ഹോഴ്സുമായിട്ടൊരു വേ ഉണ്ട്, ഒരു വേ ഓഫ് ഡീലിംഗ് ഉണ്ടെന്നുള്ളത് നീ മറക്കണ്ട എന്ന് ആറാമിനോട് പറയണം. വെൽ, ഐ സെഡ്, എനിവേ യു ഹാവ് വിത്ത് എ ഹോഴ്സ്, ഐ ഹാവ് ഓൾസോ. ഫോർ ദ സേക്ക് ഓഫ് യുവർ സേഫ്റ്റി, ഹി സെഡ്, ലെറ്റ് us hope so, get down. അപ്പം മോറദ് ആറാമിനോട് പറയാണ്, നമുക്ക് നോക്കാം, നിന്റെ സേഫ്റ്റി ഞാൻ പറഞ്ഞത്, നമുക്ക് നോക്കാം, ഇപ്പൊ നീ തൽക്കാലം ഈ ഹോഴ്സിന്റെ മേളിൽ നിന്ന് ഇറങ്ങാനാണ് പറയുന്നത്. ഓൾ റൈറ്റ്, ഐ സെഡ്, ബട്ട് റിമെമ്പർ യു ഹാവ് ഗോട്ട് ടു ലെറ്റ് മീ ട്രൈ ടു റൈഡ് അലോൺ. അപ്പൊ ആരം പറയാണ്, ശരി ഞാൻ ഇറങ്ങാം, പക്ഷെ നീ എനിക്ക് റൈഡ് ചെയ്യാൻ തരുമെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് മറക്കരുത്. I got down and my cousin Morad kicked his heels into the horse and shouted, Wazir, run. പെട്ടെന്ന് ആരം ഹോഴ്സിന്റെ മേളിൽ നിന്ന് ഇറങ്ങുവാണ്. മോറദ് അതിന്റെ ഹോഴ്സിന്റെ ഹീൽസേൽ ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് ഓടാൻ പറയാണ് ഹോഴ്സിനോട്. The horse stood on its hind legs,
snorted and burst into a flurry of speed that was the loveliest thing I have ever seen. My cousin Morath raced the horse across a field of dry grass to an irrigation ditch, crossed the ditch on the horse, and 5 minutes later returned, dripping wet. അപ്പോൾ നമ്മൾ പറഞ്ഞു ആരമ ഹോഴ്സിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങുന്നു. മോറത് അതിൻ്റെ ഹീൽസിൽ തട്ടിയിട്ട് വസീർ റൺ എന്ന് പറയുന്നു. വസീറിൻ്റെ അർത്ഥം മീൻസ് ടു റൺ ആണ്. വസീർ ഒരു അർമേനിയൻ ലാംഗ്വേജ് ആണ്. ഹോഴ്സ് അപ്പം ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഓടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഇങ്ങനെ ഹീൽസിൽ തട്ടുമ്പോഴത്തേനും അതിങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്നോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉഗ്രമായിട്ട് ശ്വാസം വിടുന്നതിനാണ് സ്നോട്ടഡ് എന്ന് പറയുന്നത്. പെട്ടെന്ന് അതിങ്ങനെ ഓടി തുടങ്ങി. അപ്പോൾ ആരാം പറയാണ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ലവ്ലിയസ്റ്റ് കാര്യമാണ് ഇത്. പെട്ടെന്ന് മോറത് ഇറിഗേഷൻ ഡിച്ച് വഴിയൊക്കെ ഇങ്ങനെ ഹോഴ്സിനെ കൊണ്ട് റൈഡ് ചെയ്തു. 5 മിനിറ്റിന് ശേഷം അവർ തിരിച്ചു വരികയാണ്. ദ സൺ വാസ് കമ്മിങ് അപ്പ്. നൗ ഇറ്റ്സ് മൈ ടേൺ ടു റൈഡ്, ഐ സെഡ്. അപ്പം സൂര്യനൊക്കെ ഇങ്ങനെ പതുക്കെ ഉദിച്ചു വരുന്നുണ്ട്, മേളിലേക്ക് ഉദിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ആരം മോറദിനോട് പറയാണ്, ഇപ്പോൾ ഇനി എൻ്റെ ടേണാണ്, ഞാൻ ഓടിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. മൈ കസിൻ മോറദ് ഗോട്ട് ഓഫ് ദ ഹോഴ്സ് റൈഡ്, ഹീ സെഡ്. പെട്ടെന്ന് മോറദ് ഹോഴ്സിൻ്റെ മേലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആരമിന് ഓടിക്കാൻ കൊടുക്കുകയാണ്. റൈഡ് ചെയ്തോളാൻ പറയാണ്. I leaped to the back of the horse and for a moment knew the most awful fear imaginable. The horse did not move. അത് കേട്ടതും നമ്മുടെ ആരം ചാടി ഹോഴ്സിന്റെ മേളിൽ കയറുകയാണ്. പക്ഷേ ഈ ഹോഴ്സ് ഒട്ടും മൂവ് ചെയ്തില്ല. Kick into his muscles, my cousin Morath said. What are you waiting for? We have got to take him back before everybody in the world is up and about. അപ്പം മോറത് ആരാമിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ അതിൻ്റെ മസിൽസിൽ ഒന്ന് തട്ട്, ഒന്ന് കിക്ക് ചെയ്യുക എന്ന് മോറത് ആരാമിനോട് പറയാണ്. നീ എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ്, മറ്റുള്ളവർ ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് വേഗം പോയി ഹോഴ്സിനെ ഒന്ന് റൈഡ് ചെയ്തിട്ട് വാ എന്നാണ് പറയുന്നത്. ഐ കിക്ക്ഡ് ഇൻ ടു ദ മസിൽസ് ഓഫ് ദ ഹോഴ്സ്. ആരം ഹോഴ്സിന്റെ മസിൽസിലേക്ക് കിക്ക് ചെയ്തു. വൺസ് അഗെയിൻ ഇറ്റ് റിയർഡ് ആൻഡ് സ്നോട്ടഡ്. Then it began to run. I didn't know what to do. അപ്പോൾ ഇനി കിക്ക് കിട്ടിയത് കൊണ്ട് അതിങ്ങനെ ഓടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. സ്നോട്ടൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ ഹോഴ്സ്. പക്ഷേ ആരാമിന് എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയത്തില്ല. ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് അക്രോസ് ദ ഫീൽഡ് ടു ദ ഇറിഗേഷൻ ഡിച്ച്, the horse ran down the road to the vineyard of Dikran Halabian, where it began to leap over vines. The horse leaped over 7 vines before I fell. Then it continued running. അപ്പോൾ ഈ ഹോഴ്സ് ഇറിഗേഷൻ ഡിച്ചിലൂടെ റണ്ണ് ചെയ്യേണ്ട ഓടുന്നതിന് പകരം ഈ ഹോഴ്സ് ഓടിയത് വൈൻയാർഡിൽ കൂടാണ്. നമ്മൾ പറഞ്ഞു വൈൻയാർഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റേഷൻ ഓഫ് ഗ്രേപ്പ് വൈൻസ്. അതുവഴിയാണ് ഈ ഹോഴ്സ് ഓടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇതൊരു ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്പ്. പെട്ടെന്ന് ഇത് ചാടുകയും നമ്മുടെ അരം വീഴുകയും കൂടാണ്. എന്നിട്ട് ഈ ഹോഴ്സ് മുമ്പോട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. മൈ കസിൻ മോറത്ത് came running down the road. I am not worried about you, he shouted. We have got to get that horse. You go this way and I'll go this way. If you come upon him, be kindly, I'll be near. I continued down the road and my cousin Morath went across the field toward the irrigation ditch. അപ്പോൾ പെട്ടെന്ന് ആരം ഹോഴ്സിന്റെ മേലിൽ നിന്ന് വീഴുമ്പോൾ അത് ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് മോറത് വരികയാണ്. മോറത് വന്നിട്ട് ആരമിനോട് പറയാം, എനിക്ക് നിന്നെപ്പറ്റി വ്യാകുലപ്പെടാനൊന്നുമില്ല, പക്ഷെ എനിക്ക് ആ ഹോഴ്സിനെ കിട്ടണം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഒരു വഴിക്ക് പോകാം, നീ അപ്പുറത്തെ വഴിയിലൂടെ പോ എന്ന് ആരമിനെ ഇൻസ്ട്രക്ട് ചെയ്യാണ് മോറത്. ഇനി ഹോഴ്സിനെ എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നീ അവനോട് ശാന്തമായിട്ട് തന്നെ നിൽക്കണമെന്നും ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് സംഭവിച്ചത് ആരം റോഡിൽ കൂടെ നടന്നു പോകുന്നു. കസിൻ മോറത് പെട്ടെന്ന് ഇറിഗേഷൻ ഡിച്ചിന്റെ അതുവഴിയൊക്കെ നടന്നു പോവാണ്. ഇറ്റ് ടുക്ക് ഹിം ഹാഫ് ആൻ അവർ ടു ഫൈൻഡ് ദി ഹോഴ്സ് ആൻഡ് ബ്രിങ് ഹിം ബാക്ക്. അരമണിക്കൂർ എടുത്തു ആ ഹോഴ്സിനെ കണ്ടുപിടിക്കാൻ, എന്നിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. All right, he said, jump on. The whole world is awake now. What will we do? I said.
മോറദ് ആരമിനോട് പറയാണ്, ശരി നീ പെട്ടെന്ന് വന്നോ, നീ ചാടി കയറിക്കോ, ഇപ്പം ശരിക്കും രാവിലെയൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടാവും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നീ വേഗം പോരെന്ന് പറയാണ്. അപ്പോൾ ആരം മോറദിനോട് ചോദിക്കുന്നുണ്ട്, നമ്മളിനി എന്താ ചെയ്യുക നെക്സ്റ്റ് എന്ന്. അപ്പോൾ മോറദ് പറയാണ്, വെൽ ഹി സെഡ് വീൽ ഐദർ ടേക്ക് ഹിം ബാക്ക് ഓർ ഹൈഡ് ഹിം അണ്ടിൽ ടുമോറോ മോർണിംഗ്. മോറദ് പറയുന്നു, നമുക്കൊന്നെങ്കിൽ ഇവനെ തിരിച്ച് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇവനെ അടുത്ത രാവിലെ വരെ, അതായത് നാളെ രാവിലെ വരെ ഇവനെ എവിടെയെങ്കിലും ഒളിപ്പിച്ചേ പറ്റുള്ളൂ, ഈ ഹോഴ്സിനെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചേ പറ്റുള്ളൂ എന്ന് ആരമിനോട് മോറദ് പറയുകയാണ്. He didn't sound worried and I knew he had hide him and not take him back, not for a while at any rate. Where will we hide him? I said. I know a place, he said. അപ്പോൾ തന്നെ മോറദ് പറഞ്ഞത് കേട്ടപ്പോഴേ ആരമിന് മനസ്സിലായി ഈ ഹോഴ്സിനെ ഒളിപ്പിക്കാനാണ് മോറദിന്റെ ഡിസിഷൻ, തിരിച്ചു കൊണ്ടുപോകാനല്ല എന്ന്. പെട്ടെന്ന് ആരം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ഈ ഹോഴ്സിനെ എവിടെ ഹൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ മോറദ് ഒരു ആൻസർ പറയുന്നുണ്ട്, എനിക്കറിയാം എന്ന്, ഐ നോ എ പ്ലേസ്, എനിക്കൊരു സ്ഥലം അറിയാം എന്ന് പറയുന്നുണ്ട്. ഹൗ ലോങ് അഗോ ഡിഡ് യു സ്റ്റീൽ ദിസ് ഹോഴ്സ്? ഐ സെഡ്. അപ്പം ആരമിന്റെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ട്, അത് മോറദിനോട് ചോദിക്കുകയാണ്, നീ ഇത് എത്ര നാളായി ഈ ഹോഴ്സിനെ മോഷ്ടിച്ചിട്ടെന്ന്. It suddenly dawned on me that he had been taking these early morning rides for some time and had come for me this morning only because he knew how much I longed to ride. അപ്പോൾ ആരം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, മോറദിന്റെ കയ്യിൽ എത്ര ദിവസം മുമ്പേ തൊട്ടേ ഈ ഹോഴ്സ് ഉണ്ടായി കാണും, എത്ര നാള് എത്ര രാവിലകളിൽ അവൻ അത് ഹോഴ്സിനെ റൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഹോഴ്സിനെ റൈഡ് ചെയ്യാനുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് അവൻ ഇന്ന് രാവിലെ എന്നെ ഇൻവൈറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് ആരം മനസ്സിൽ ചിന്തിക്കുന്നത്. ഹൂ സെഡ് എനിത്തിങ് അബൌട്ട് സ്റ്റീലിംഗ് എ ഹോഴ്സ്? ഹി സെഡ്. ആരാ നിന്നോട് ഞാൻ ഹോഴ്സിനെ കട്ടതാണ് എന്ന് പറഞ്ഞതെന്ന് മോറദ് ആരമിനോട് ചോദിക്കുകയാണ്. എനി ഹൗ ഐ സെഡ്, ഹൗ ലോങ് അഗോ ഡിഡ് യു ബിഗിൻ റൈഡിംഗ് എവറി മോർണിംഗ്? ആരം മോറദിനോട് ചോദിക്കുകയാണ്, നീ എത്ര നാളായി ഈ ഹോഴ്സിനെ റൈഡ് ചെയ്തിട്ട്, എത്ര നാളായി റൈഡ് ചെയ്യുന്നു, എത്ര രാവിലുകളിൽ നീ ഇവനെ റൈഡ് ചെയ്തു, എത്ര നാളായി നിനക്ക് ഇവനെ കിട്ടിയിട്ട് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആരം മോറദിനോട് ചോദിക്കുകയാണ്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് പേജ്. നോട്ട് അൺടിൽ ദിസ് മോർണിംഗ്, ഹി സെഡ്. Are you telling the truth? I said. Of course not, he said. But if we are found out, that's what you are to say. I don't want both of us to be liars. All you know is that we started riding this morning. അപ്പം മോറദ് ആരമിനോട് പറയാണ്, ഈ രാവിലെ ഒന്നും അല്ല എനിക്ക് അവനെ കിട്ടിയത്, എനിക്ക് ഹോഴ്സിനെ കിട്ടിയത് ഈ രാവിലെ ഒന്നും അല്ല. അപ്പൊ പെട്ടെന്ന് ആരം ചോദിക്കാണ്, നീ ശരിക്കും സത്യമായിട്ടാണോ നീ പറയുന്നത്? അപ്പോൾ മോറദ് പറയാണ്, എനിക്ക് കിട്ടിയിട്ട് ഒത്തിരി ദിവസങ്ങളായി, പക്ഷേ ഇനി ആരെങ്കിലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ പിടിക്കപ്പെടുവാണെങ്കിൽ നീ പറയേണ്ട ഉത്തരം ഇതാണെന്ന് മോറദ് ആരമിനെ ഇൻസ്ട്രക്ട് ചെയ്യുവാണ്. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ രണ്ടുപേരും കള്ളന്മാരായി ഇരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമ്മുടെ അടുത്ത് വരികയോ എന്തെങ്കിലും സംശയത്താൽ നമ്മളെ നോക്കുകയോ ചെയ്യണമെങ്കിൽ നീ ഈ ഒരു ഉത്തരം പറയണം എന്ന് ആരമിനെ ഇൻസ്ട്രക്ട് ചെയ്യാണ് മോറദ്. All you know is that we started riding this morning. നീ അപ്പൊ പറയണം, നമ്മൾ ഇന്ന് രാവിലെ മാത്രമാണ് ഈ ഹോഴ്സിനെ കണ്ടതെന്നും ഇന്ന് രാവിലെയാണ് ഇതിനെ റൈഡ് ചെയ്യാൻ തുടങ്ങിയതെന്നും പറയണമെന്ന് ഇൻസ്ട്രക്ട് ചെയ്യുവാണ്. ഓൾ റൈറ്റ്, ഐ സെഡ്. അപ്പൊ ആരം പറയാണ്, ശരി, ഓക്കെ. He walked the horse quietly to the barn of a deserted vineyard which at one time had been the pride of a farmer named Fethwayan. There were some oats and dry alfalfa in the barn. അപ്പൊ പെട്ടെന്ന് ഈ മോറദ് ഹോഴ്സിനെ കൊണ്ട് പതുക്കെ പോവാണ് ഒരു ബാണിലേക്ക്. ബാണിൽ നിന്ന് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ കളപ്പുര എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു കളപ്പുരയിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. പെട്ടെന്ന് അവിടെ ഒരു ഫാർമർ ഉണ്ട്. ഫാർമറിന്റെ പേര് ഫെത്വായൻ എന്നാണ്. ഫാർമറിന്റെ അടുത്ത് തന്നെ അതിനുള്ള ഫുഡ്സും ഉണ്ടായിരുന്നു. കുറച്ച് ഓട്സ്, ഡ്രൈ ആൽഫാൽഫ ഒക്കെ ഉണ്ടായിരുന്നു. വി ബിഗാൻ വാക്കിംഗ് ഹോം. എന്നിട്ട് അവര് ആരം ആൻഡ് മോറദ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇറ്റ് വാസൻ ഈസി, ഹി സെഡ്, ടു ഗെറ്റ് ദ ഹോഴ്സ് ടു ബിഹേവ് സോ നൈസ്ലി. അത് അത്ര എളുപ്പമൊന്നുമല്ല, ഒരു ഹോഴ്സിനെ കിട്ടുന്നതും അതിനോട് നന്നായി പെരുമാറുന്നതും അത്ര എളുപ്പമൊന്നും അല്ല എന്ന്
മോറദ് ആരാമിനോട് പറയുകയാണ്. അറ്റ് ഫസ്റ്റ് ഇറ്റ് വാണ്ടഡ് ടു റൺ വൈൽഡ്, ബട്ട് ആസ് ഐ ഹാവ് ടോൾഡ് യു ഐ ഹാവ് എ വേ വിത്ത് എ ഹോസ്. അപ്പം മോറദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും ആരാമിനോട് പറയുന്നത്, എനിക്കൊരു വേ ഓഫ് ഇതുണ്ട്, അതിനെ നോക്കാനും അതിനെ റൈഡ് ചെയ്യാനും ഒക്കെ എനിക്കൊരു വേ ഉണ്ട്, അത് എനിക്കറിയാം എന്ന് മോറദ് ആരാമിനോട് പറയണം. ഐ ക്യാൻ ഗെറ്റ് ഇറ്റ് ടു വാണ്ട് ടു ഡു എനിത്തിങ് ഐ വാണ്ട് ഇറ്റ് ടു ഡു. ഹോഴ്സസ് അണ്ടർസ്റ്റാൻഡ് മീ. ഹോഴ്സുകൾക്ക് എന്നെ അറിയാൻ പറ്റും, എന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെയാണ് മോറദ് ആരാമിനോട് പറയുന്നത്. ഹൗ ഡു യു ഡു ഇറ്റ് ഐ സെഡ്. അപ്പൊ ആരം ഇത് കേട്ടിട്ട് മോറദിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? ഐ ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് വിത്ത് എ ഹോഴ്സ്, ഹി സെഡ്. യെസ്, ബട്ട് വാട്ട് സോർട്ട് ഓഫ് ആൻ അണ്ടർസ്റ്റാൻഡിങ്, ഐ സെഡ്. അത് കേട്ട് മോറദ് ഉടനെ പറയാണ്, എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ട്, ഹോഴ്സും ഞാനും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആരം ചോദിക്കുകയാണ്, ആയിക്കോട്ടെ, അത് എന്ത് തരം അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് ഒന്ന് പറയാമോ എന്ന് ചോദിക്കണം. എ സിമ്പിൾ ആൻഡ് ഓണസ്റ്റ് വൺ, ഹി സെഡ്. വെൽ, ഐ സെഡ്, ഐ വിഷ് ഐ ന്യൂ ഹൗ ടു റീച്ച് ആൻ അണ്ടർസ്റ്റാൻഡിങ് ലൈക്ക് ദാറ്റ് വിത്ത് എ ഹോഴ്സ്. അപ്പോൾ സിമ്പിൾ ആൻഡ് ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണെന്നാണ് മോറദ് പറയുന്നത്. അപ്പോൾ ആരം അത് കേട്ടിട്ട് പറയാം, എനിക്കും എന്നിലൊരു വിശ്വാസമുണ്ട്, എനിക്കും ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. You are still a small boy, he said. When you get to be 13, you will know how to do it. അപ്പം മോറദ് ആരമിനോട് പറയാണ്, നീ കൊച്ചുകുട്ടിയാണ്, നീ ഒരു 13 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നിനക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നിനക്ക് മനസ്സിലാവുമെന്ന് പറയാണ്. I went home and ate a hearty breakfast. That afternoon, my uncle Khosrow came to our house for coffee and cigarettes. പെട്ടെന്ന് ഇവര് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നു. അപ്പോൾ ഈ ആരമിന്റെ വീട്ടിലേക്ക് അങ്കിൾ ഖോസ്രോവ്, നമ്മൾ പറഞ്ഞു അങ്കിൾ ഖോസ്രോവിന്റെ ബിഹേവിയറും എല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഒരു ക്രേസി ആയിട്ടുള്ള ഒരാൾ, ഈ മോറദിന് മുമ്പ് അവരുടെ പിൻഗാമിയായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഖോസ്രോവിനെ ആയിരുന്നു കണ്ടത്. പെട്ടെന്ന് ആ അങ്കിള് വീട്ടിലേക്ക് കയറി വരുവാണ്, കോഫിക്കും സിഗരറ്റ്സിനും വേണ്ടിയിട്ട് വീട്ടിലേക്ക് കയറി വരുവാണ്. ഹി സാറ്റ് ഇൻ ദ പാർലർ സിപ്പിംഗ് ആൻഡ് സ്മോക്കിംഗ് ആൻഡ് റിമെമ്പറിംഗ് ദ ഓൾഡ് കൺട്രി. Then another visitor arrived, a farmer named John Byro, an Assyrian who, out of loneliness, had learned to speak Armenian. അപ്പോൾ ഈ ഖോസ്രോവ് കോഫിയും സിഗരറ്റുമായിട്ടൊക്കെ, ഇവിടെ പാർലർ എന്ന് ഉദ്ദേശിക്കുന്നത് സിറ്റിംഗ് റൂം ഇൻ എ ഹൗസ്, ഒരു വീട്ടിലെ ഒരു സിറ്റിംഗ് റൂമിനെയാണ് ഇവിടെ പാർലർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോഫിയും സിഗരറ്റ്സുമായിട്ട് ഒരു സിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ്, ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു വേറൊരു വിസിറ്റർ കയറി വരുവാണ്. അദ്ദേഹത്തിന്റെ പേര്, അയാളൊരു ഫാർമറാണ്, അദ്ദേഹത്തിന്റെ പേര് ജോൺ ബൈറോ. അയാളൊരു അർമേനിയൻ അല്ല, പക്ഷേ ഹി ഹാഡ് ലേൺ ടു സ്പീക്ക് അർമേനിയൻ. മൈ മദർ ബ്രോട്ട് ദ ലോൺലി വിസിറ്റർ കോഫി ആൻഡ് ടൊബാക്കോ ആൻഡ് ഹി റോൾഡ് എ സിഗരറ്റ് ആൻഡ് സിപ്ഡ് ആൻഡ് സ്മോക്ഡ്. ആൻഡ് ദെൻ അറ്റ് ലാസ്റ്റ്, sighing sadly, he said, My white horse, which was stolen last month, is still gone. I cannot understand it. ഈ ജോൺ ബൈറോനെ കണ്ടിട്ട് നമ്മുടെ ആരമിന്റെ മദർ കോഫിയും ടൊബാക്കോ ഒക്കെ ആയിട്ട് ഒരു സിഗരറ്റ് ഒക്കെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. അതൊക്കെ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് വളരെ വിഷമത്തോടെ ജോൺ ബൈറോ പറയാണ്, എൻ്റെ ഒരു വൈറ്റ് ഹോഴ്സിനെ കാണാനില്ല, 1 മാസമായിട്ട് ആ ഹോഴ്സിനെ കാണുന്നില്ല, ഇതുവരെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുമില്ല എന്ന് പറഞ്ഞ് അയാൾ ആ വിഷമത്തോടെ കാര്യങ്ങൾ ഖോസ്രോവിനോടൊക്കെ പറയാണ്. മൈ അങ്കിൾ ഖോസ്രോവ് ബിക്കെയിം വെരി ഇറിറ്റേറ്റഡ് ആൻഡ് ഷൗട്ടഡ്, ഇറ്റ്സ് നോ ഹാം. നമുക്കറിയാം, നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഖോസ്രോവ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു, മറ്റുള്ളവരെ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. പെട്ടെന്ന് തന്നെ ഖോസ്രോവ് പറയുന്ന വാക്കാണ് ഇറ്റ്സ് നോ ഹാം, പേ നോ അറ്റൻഷൻ ടു ഇറ്റ് എന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അത് തന്നെ ഈ ഒരു അവസ്ഥയിലും പറയുകയാണ്. വാട്ട് ഈസ് ദ ലോസ് ഓഫ് എ ഹോഴ്സ്? ഒരു ഹോഴ്സിനെ നഷ്ടപ്പെട്ടതിന് ഇത്ര വലിയ കാര്യം എന്താണ്? haven't we all lost the homeland? What is this crying over a horse? ഈ ഹോഴ്സിന് വേണ്ടി കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. That may be all right for you, a city dweller, to say, John Byro said, but what of my Surrey? What good is Surrey without a horse? ഇപ്പോൾ ജോൺ ബൈറോ ഖോസ്രോവിനോട് പറയാണ്, നിങ്ങൾക്കിത് ശരിയായിരിക്കാം, നിങ്ങൾ സിറ്റി ഡ്വെല്ലർ ആയതുകൊണ്ട് നിങ്ങൾക്കിത് ശരിയായിരിക്കാം, പക്ഷെ ഞാൻ എൻ്റെ സറി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു 2 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന 4 ചക്രം ഉള്ളൊരു വാഹനമാണ്. അതിന്റെ മേൽഭാഗം എപ്പോഴും തുറന്നിരിക്കുകയായിരിക്കും. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ പഴയ കാളവണ്ടി, കുതിരവണ്ടി, അതൊക്കെ എങ്ങനെയായിരിക്കണേ,
അതേപോലെ തന്നെ അതിനെയാണ് സറി എന്ന് പറയുന്നത്. അപ്പോൾ ജോൺ ബൈറോ പറയാണ്, ഈ കുതിരയൊന്നും ഇല്ലാതെ എൻ്റെ വണ്ടി എങ്ങനെ ഞാൻ മുമ്പോട്ട് നീക്കുമെന്ന്. അത് കേട്ട ഉടനെ കോസ്റോവ് പറയാണ്, പേ നോ അറ്റൻഷൻ ടു ഇറ്റ്, മൈ അങ്കിൾ കോസ്റോ റോഡ്. ഐ വോക്ക് 10 miles ടു ഗെറ്റ് ഹിയർ, ജോൺ ബൈറോ സെഡ്. എപ്പോഴും കോസ്റോവ് പറയുന്ന പോലെ തന്നെ അതത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോസ്റോവ് ബഹളം ഉണ്ടാക്കി. അത് കേട്ടിട്ട് ജോൺ ബൈറോ പറയാണ്, എനിക്ക് ഇവിടേക്ക് വരാൻ 10 മൈൽ നടക്കേണ്ട വന്നു. അപ്പോൾ കോസ്റോവ് പറയാ, യു ഹാവ് ലെഗ്സ്, മൈ അങ്കിൾ കോസ്റോവ് ഷൗട്ടഡ്. നിനക്ക് കാലുകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് കോസ്റോവ് ജോൺ ബൈറോനോട് അടുത്ത് ഷൗട്ട് ചെയ്യാണ്. മൈ ലെഫ്റ്റ് ലെഗ് പെയിൻസ് മീ, ദ ഫാർമർ സെഡ്. പേ നോ അറ്റൻഷൻ ടു ഇറ്റ്, മൈ അങ്കിൾ കോസ്റോവ് റോഡ്. അപ്പോൾ ജോൺ ബൈറോ അത് കേട്ടിട്ട് പറയണേ, എൻ്റെ ലെഫ്റ്റ് ലെഗ് ഭയങ്കര വേദനയാണ്. അത് കേട്ടിട്ട് ഉടനെ കോസ്റോവ് എന്നും പറയുന്ന പോലെ തന്നെ പേ നോ അറ്റൻഷൻ ടു ഇറ്റ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഹോഴ്സ് കോസ്റ്റ് മീ $60, the farmer said. I spit on money, my uncle Khosrow said. He got up and stalked out of the house, slamming the screen door. My mother explained. He has a gentle heart, she said. It is simply that he is homesick and such a large man. അപ്പോൾ ജോൺ ബൈറോ പറയാണ്, ഹോഴ്സിന് $60 വിലയുണ്ടായിരുന്നു. അത് കേട്ടിട്ട് കോസ്റോ ഉടനെ സ്പിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തുപ്പുക. കോസ്റോവ് പൈസേനെ ഒരുമാതിരി അവഗണിക്കുന്ന രീതിയിലാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ അത് കണ്ട് ജോൺ ബൈറോ, ആ ഫാർമർ, എഴുന്നേറ്റ് സ്റ്റോക്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് പുറത്തേക്ക് ചാടി ഇറങ്ങുകയാണ് ജോൺ ബൈറോ. സ്ലാമിങ് ദ സ്ക്രീൻ ഡോർ സ്ലാമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടിയടയ്ക്കുക, വലിച്ചടയ്ക്കുക. സ്ക്രീൻ ഡോർ വലിച്ചടച്ച് അദ്ദേഹം പുറത്തേക്ക് പോവാണ്. മൈ മദർ എക്സ്പ്ലെയിൻഡ്, ഹി ഹാസ് എ ജെന്റിൽ ഹാർട്ട്. അപ്പോൾ ആരമിന്റെ മദർ പറയാണ്, ആ മനുഷ്യന് വളരെ നല്ലൊരു മനസ്സാണ് ഉള്ളതെന്ന്. ദ ഫാർമർ വെന്റ് അവേ ആൻഡ് ഐ റാൻ ഓവർ ടു മൈ കസിൻ മോറോദ് ഹൗസ്. ഫാർമർ അയാളുടെ വീട്ടിൽ പോയി പെട്ടെന്ന് തന്നെ മോറോദിന്റെ വീട്ടിലേക്ക് ഓടിപ്പോവാണ്. ഹി വാസ് സിറ്റിംഗ് അണ്ടർ എ പീച്ച് ട്രീ ട്രൈങ് ടു റിപ്പയർ ദ ഹേർട്ട് വിങ് ഓഫ് എ യങ് റോബിൻ വിച്ച് കുഡ് നോട്ട് ഫ്ലൈ. ഹി വാസ് ടോക്കിംഗ് ടു ദ ബേർഡ്. വാട്ട് ഈസ് ഇറ്റ്, ഹി സെഡ്. അപ്പോൾ പെട്ടെന്ന് മോറദിന്റെ അടുക്കെ ചെല്ലുമ്പോൾ മോറദ് ഒരു പീച്ച് ട്രീയുടെ അടിയിലായിട്ടിരിക്കുകയാണ്. മോറദിന്റെ കയ്യിൽ ഒരു ബേർഡ് ഉണ്ട്. ആ ബേർഡിന്റെ പേര് റോബിൻ ആണ്. അതിന്റെ വിങ്സിന് എന്തോ അപകടം പറ്റിയിട്ടിരിക്കുകയായിരുന്നു. അത് മോറദ് ആ ബേർഡിനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആറാമിനെ കണ്ടപ്പോൾ പെട്ടെന്ന് മോറദ് ചോദിക്കുകയാണ്, എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. ഉടനെ ആരം ഇങ്ങനെ പറയാണ്, ദ ഫാർമർ ജോൺ ബൈറോ, ഐ സെഡ്. ഹി വിസിറ്റഡ് അവർ ഹൗസ്. ഹി വാണ്ട്സ് ഹിസ് ഹോഴ്സ്. യു ഹാവ് ഹാഡ് ഇറ്റ് എ മന്ത്. I want you to promise not to take it back until I learn to ride. അപ്പോൾ ആരം മോറദിനോട് പെട്ടെന്ന് പറയാണ്, എൻ്റെ വീട്ടിൽ ജോൺ ബൈറോ വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു ഫാർമർ. അയാൾക്ക് അയാളുടെ ഹോഴ്സ് വേണമെന്നാണ് പറയുന്നത്. നിനക്കതിന് 1 മാസമായിട്ട് നിന്റെ കയ്യിലുണ്ട്. ഞാൻ നിന്നോടൊരു കാര്യം പറയാണ്, ഞാൻ ഹോഴ്സിനെ റൈഡ് ചെയ്യാൻ പഠിക്കുന്നത് വരെ അതിനെ തിരിച്ചു കൊടുക്കരുതെന്ന് ആറാം മോറദിനോട് പറയാണ്. It will take you a year to learn to ride, my cousin Morad said. അപ്പം മോറദ് ആറാമിനോട് പറയണം, നിനക്കത് ഹോഴ്സിനെ റൈഡ് ചെയ്യാൻ നിനക്ക് 1 വർഷമെങ്കിലും വേണ്ടിവരും. അത് പഠിക്കാൻ വേണ്ടിയിട്ട് 1 വർഷമെങ്കിലും വേണ്ടി വരുമെന്ന് മോറദ് പറയാണ്. We could keep the horse a year, I said. അപ്പം ആറാം പറയാണ്, നമുക്ക് ഈ ഹോഴ്സിനെ 1 വർഷത്തോളം നമ്മുടെ അടുത്ത് തന്നെ വെക്കാം എന്ന് പറയണം. My cousin Morad leaped to his feet. What? He roared. Are you inviting a member of the Garoglinian family to steal? The horse must go back to its true owner. പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് മോറദ് പറയാണ്, വാട്ട്? ഹി റോഡ്. എന്താണ് നീ പറയുന്നത്? നീ എന്താ നമ്മുടെ ഗാരോഗ്ലേനിയൻ ഫാമിലിയിലുള്ള ആൾക്കാരെ കള്ളന്മാരാക്കാൻ നോക്കുകയാണോ? ഈ ഹോഴ്സ് അതിന്റെ ട്രൂ ഉടമസ്ഥന്റെ കയ്യിൽ തന്നെ, സത്യമായിട്ടുള്ള ഉടമസ്ഥന്റെ കയ്യിൽ തന്നെ ഈ ഹോഴ്സ് ചെല്ലണമെന്ന് മോറദ് ആറാമിനോട് പറയുന്നുണ്ട്. വെൻ, ഐ സെഡ്. എപ്പോഴാണ്? ഇൻ 6 months at the latest, he said. 6 മാസത്തിനുള്ളിൽ എന്ന് മോറദ് പറയുന്നു. He threw the bird into the air. The bird tried hard, almost fell twice, but at last flew away, high and straight.
6 മാസമെങ്കിലും ഇതിനു മുമ്പെങ്കിലും നമ്മൾ ഇതിനെ തിരിച്ചു കൊടുക്കണമെന്ന് മോറത് പറഞ്ഞിട്ട് ഈ ബേർഡിനെ, കയ്യിലിരിക്കുന്ന റോബിൻ എന്ന് പറയുന്ന ബേർഡിനെ അതിനെ എയറിലേക്ക് പറത്തി വിടുകയാണ്. ബേർഡ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ്, 2-3 തവണ വീണു, കഷ്ടപ്പെട്ടിട്ടാണ് അത് നേരെ പറന്ന് തുടങ്ങിയത്. Early every morning for 2 weeks, my cousin Moritz and I took the horse out of the barn of the deserted vineyard where we were hiding it and rode it, and every morning the horse, when it was my turn to ride alone, leaped over grapevines and small trees and threw me and ran away. അതിരാവിലെ ഈ മോറതും ആറാമും കൂടെ 2 ആഴ്ചയോളം ഈ ഹോഴ്സിനെ ആ ബാണിൽ നിന്ന്, അതായത് കളപ്പുരയിൽ നിന്നിട്ട് അവിടെയാണല്ലോ നമ്മൾ പറഞ്ഞല്ലോ അതിനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലം, അതിനെ ഹൈഡ് ചെയ്തിരിക്കുന്ന സ്ഥലം ആ ബാണായിരുന്നു. അവിടെ നിന്ന് അതിനെ എടുക്കുമായിരുന്നു. ആൻഡ് എവറി മോർണിംഗ് ഇവര് അതുമായിട്ട് റൈഡൊക്കെ ചെയ്യുമായിരുന്നു. ആറാമിൻ്റെ റൈഡ് ചെയ്യാനുള്ള ഒരു സമയമായി കഴിയുമ്പോൾ നേരത്തെ പോലെ തന്നെ ഈ ഹോഴ്സ് ഗ്രേപ്പ് വൈൻസിൻ്റെ ഇടയിലൂടെയൊക്കെ ചാടി മറിഞ്ഞ് ഒക്കെ ഈ ആറാമിനെ തള്ളിയിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. One morning on the way to Fethwayan's deserted vineyard, we ran into the farmer John Byro who was on his way to town. ഒരു ദിവസം ഫെത്വായിൻ്റെ ഡെസേർട്ടഡ് വൈൻയാർഡിലേക്ക് പോകുന്ന സമയത്ത് ജോൺ ബൈറോനെ കാണുകയാണ്. ജോൺ ബൈറോ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാണുകയാണ് ഈ ആറാമും മോറതും. ലെറ്റ് മീ ഡു ദ ടോക്കിംഗ്, മൈ കസിൻ മോറത് സെഡ്, ഐ ഹാവ് എ വേ വിത്ത് ഫാർമേഴ്സ്. അപ്പം മോറത് പറയാണ്, ഞാനൊന്ന് അയാളോട് സംസാരിച്ച് നോക്കാം, എനിക്ക് അതിൻ്റെ വശമൊക്കെ ഉണ്ട്, എനിക്ക് ഫാർമേഴ്സിനോട് സംസാരിക്കുന്ന ഒരു വേ ഒക്കെ അറിയാം, ഞാനൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് മോറത് ആറാമിനോട് പറയുകയാണ്. ഗുഡ് മോർണിംഗ് ജോൺ ബൈറോ, മൈ കസിൻ മോറത് സെഡ് ടു ദ ഫാർമർ. ദ ഫാർമർ സ്റ്റഡീഡ് ദ ഹോഴ്സ് ഈഗർലി. അപ്പോൾ മോറത് ഈ ജോൺ ബൈറോനെ കാണുന്നു, ചെന്ന് സംസാരിക്കുകയാണ്, വിഷൊക്കെ ചെയ്തിട്ട് പറയാണ്, ഗുഡ് മോർണിംഗ് ഒക്കെ പറയുകയാണ്. അപ്പോൾ ഈ ഹോഴ്സിനെ കാണുമ്പോൾ ഫാർമറിന് വല്ലാത്തൊരു, ഇവിടെ കണ്ട പോലൊക്കെ ഫാർമറിനൊരു തോന്നൽ പോലെ വരുന്നുണ്ട്. അപ്പോൾ ജോൺ ബൈറോ പറയാണ്, ഗുഡ് മോർണിംഗ് സൺ ഓഫ് മൈ ഫ്രണ്ട്സ്, ഹി സെഡ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ ഹോഴ്സ്. അപ്പോൾ ജോൺ ബൈറോ പറയാണ്, എന്താണ് നിങ്ങളുടെ കുതിരയുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. മൈ ഹാർട്ട്, മൈ കസിൻ മോറത് സെഡ് ഇൻ അർമേനിയൻ. അർമേനിയൻ ഭാഷയിൽ മൈ ഹാർട്ട് എന്ന് വരുന്ന അർത്ഥത്തിലുള്ളൊരു പേര് പറഞ്ഞു. എ ലവ്ലി നെയിം ജോൺ ബൈറോ സെഡ് ഫോർ എ ലവ്ലി ഹോഴ്സ്. ഒരു നല്ലൊരു ഹോഴ്സിന് പറ്റിയൊരു പേരാണ്, ഒരു നല്ലൊരു പേരാണ് എന്ന് ജോൺ ബൈറോ പറയുന്നുണ്ട്. ഐ കുഡ് സ്വെയർ ഇറ്റ് ഈസ് ദ ഹോഴ്സ് ദാറ്റ് വാസ് സ്റ്റോളൻ ഫോർ മീ മെനി വീക്സ് എഗോ. മേ ഐ ലുക്ക് ഓൺ ടു ഹിസ് മൗത്ത്. അപ്പോൾ ജോൺ ബൈറോ പറയുന്നുണ്ട്, ഇതെൻ്റെ അടുത്ത് നിന്ന് 2 ആഴ്ച മുമ്പേ ആരോ കട്ടുകൊണ്ട് പോയിരുന്നു, ആ കുതിരയാണോ എന്ന് എനിക്കൊന്ന് നോക്കണം, അപ്പം ഞാൻ അതിൻ്റെ വായൊന്ന് നോക്കിക്കോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കുകയാണ് മോറാദിൻ്റെ അടുക്കൽ. ഓഫ് കോഴ്സ് മോറത് സെഡ്. അതിനെന്താ നോക്കിക്കോളൂ എന്ന് മോറത് പറയുന്നുണ്ട്. ദ ഫാർമർ ലുക്ക്ഡ് ഇൻ ടു ദ മൗത്ത് ഓഫ് ദ ഹോഴ്സ്. ഫാർമർ അപ്പം ആ ഹോഴ്സിന്റെ വായിലേക്ക് നോക്കുന്നുണ്ട്. ടൂത്ത് ഫോർ ടൂത്ത്, ഹി സെഡ്, ഐ വുഡ് സ്വെയർ ഇറ്റ് ഈസ് മൈ ഹോഴ്സ് ഇഫ് ഐ ഡിഡ്ന്റ് നോ യുവർ പേരൻസ്. അപ്പോൾ ഈ ജോൺ ബൈറോക്ക് മനസ്സിലായി ഇയാളുടെ ഹോഴ്സാണ് ഇതെന്നും അയാളത് തറപ്പിച്ച് പറയുന്നുണ്ട് ഇതെന്റെ ഹോഴ്സ് ആണെന്ന്. ദ ഫെയിം ഓഫ് യുവർ ഫാമിലി ഫോർ ഓണസ്റ്റി ഈസ് വെൽ നോൺ ടു മീ, യെറ്റ് ദ ഹോഴ്സ് ഈസ് ദ ട്വിൻ ഓഫ് മൈ ഹോഴ്സ്. എനിക്ക് നിങ്ങളുടെ ഫാമിലിയുടെ സത്യസന്ധതയും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം എന്നാണ് ജോൺ ബൈറോ മോറദിനോട് പറയുന്നത്. എ സസ്പീഷ്യസ് മാൻ വുഡ് ബിലീവ് ഹിസ് ഐസ് ഇൻസ്റ്റെഡ് ഓഫ് ഹിസ് ഹാർട്ട്. ഗുഡ് ഡേ മൈ യങ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ സസ്പീഷ്യസ് മാൻ എന്ന് പറഞ്ഞാൽ, സസ്പീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയാസ്പദമായ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ. അപ്പോൾ ജോൺ ബൈറോ പറയാണ്, ഒരു മനുഷ്യൻ്റെ, സംശയമുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനേക്കാളും അയാൾ വിശ്വസിക്കുന്ന അയാളുടെ കണ്ണുകളെയാണെന്ന്. ഗുഡ് ഡേ ജോൺ ബൈറോ, മൈ കസിൻ മോറത് സെഡ്. നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മോറത് ജോൺ ബൈറോനെ വിഷ് ചെയ്യാണ്. ഏർലി ദ ഫോളോയിങ് മോർണിംഗ് വി ടുക്ക് ദ ഹോഴ്സ് to John Byro's vineyard and put it in the barn.
അപ്പോൾ പിറ്റേ ദിവസം ഈ മോറദും ആറാമും കൂടെ ജോൺ ബൈറോയുടെ വൈൻ യാർഡിൽ, അവിടെ ഒരു ബാണിൽ, അതായത് ഒരു കളപ്പുര നമ്മൾ പറഞ്ഞല്ലോ, കളപ്പുരയിൽ ഈ ഹോഴ്സിനെ കൊണ്ട് കെട്ടിയിട്ടു. ദ ഡോഗ്സ് ഫോളോഡ് us അറൌണ്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. അവിടെയുള്ള ഡോഗ്സ് ഒക്കെ ഇവരെ ഫോളോ ചെയ്തു, ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ ഫോളോ ചെയ്തു. ദ ഡോഗ്സ് ഐ വിസ്പേർഡ് ടു മൈ കസിൻ മോറത്, ഐ തോട്ട് ദേ വുഡ് ബാർക്ക്. ഈ ഡോഗ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആരാമൻ പെട്ടെന്ന് പേടിച്ചു പോയി. മോറദിനോട് പറയുന്നുണ്ട് ഡോഗ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പേടിക്കാൻ കാരണം ഇവർ കുരയ്ക്കോ ഇല്ലയോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ദേ വുഡ് അറ്റ് സംബഡി എൽസ്, ഹി സെഡ്, ഐ ഹാവ് എ വേ വിത്ത് ഡോഗ്സ്. മോറദ് എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് ഡോഗ്സുമായിട്ടൊരു വേ ഒക്കെ ഉണ്ടെന്ന് ഇവിടെയും പറയുന്നുണ്ട്. മൈ കസിൻ മോറദ് പുട്ട് ഹിസ് ആംസ് അറൌണ്ട് ദ ഹോഴ്സ്, pressed his nose into the horse nose, patted it, and then we went away. അപ്പോൾ മോറദ് ഈ ഹോഴ്സിൻ്റെ അടുക്ക ചെന്നിട്ട് ഹോഴ്സിൻ്റെ മൂക്കും മോറദിൻ്റെ മൂക്കും തമ്മിൽ മുട്ടിച്ചിട്ട് ഈ ഹോഴ്സിനെ പതിയെ ഒന്ന് തടവിയിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. That afternoon, John Byro came to our house in a Surrey and showed my mother the horse that had been stolen and returned. അന്ന് ഉച്ചയ്ക്ക് ജോൺ ബൈറോ ആരാമിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. ആ സറിയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഹോഴ്സിനെയൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു വണ്ടി, 4 ചക്രമുള്ള ഒരു വണ്ടിയാണ്. അതിൽ വരികയാണ്. അതിൽ വന്നിട്ട് ആരാമിൻ്റെ മദറിനെ കാണിക്കുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് പോയ ഈ ഹോഴ്സിനെ തിരിച്ച് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. ഐ ഡു നോട്ട് നോ വാട്ട് ടു തിങ്ക്, ഹി സെഡ്. ദ ഹോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ എവർ, better tempered too. I thank God. My uncle Khosrow, who was in the parlor, became irritated and shouted, "Quiet, man, quiet. Your horse has been returned. Pay no attention to it." അപ്പോൾ ഈ അമ്മേനെയൊക്കെ കാണിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തിലാണ് ഈ ജോൺ ബൈറോ അമ്മയോട് ഹോഴ്സിനെ കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. പെട്ടെന്ന് നമ്മുടെ അങ്കിൾ കോസ്രോ പാർലറിൽ നിന്നുകൊണ്ട് എപ്പോഴും പറയുന്ന പോലെ അയാൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഷൗട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, നിനക്ക് നിന്റെ ഹോഴ്സിനെ തിരിച്ചു കിട്ടിയില്ലേ, ഇനിയും അതിൽ വിഷമിക്കാനൊന്നുമില്ല, ഇനി അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ലൊരു സ്റ്റോറിയാണ്. 2 ബോയ്സ്, അവരുടെ ഫാമിലിയിലുള്ള ക്വാളിറ്റീസ് എല്ലാം നമ്മളെ കാണിക്കുന്ന ഒരു നല്ലൊരു സ്റ്റോറിയാണ്. So I hope you liked today's video. For more interesting videos, please do subscribe our LTM channel, like, share, and please give your valuable comments. Thanks for watching. Thank you.